വെൽക്കം ബാക്ക് ടു തേർഡ് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് അവർ ഷിർഡി ട്രിപ്പ്. ഇതാണ് സായി ഡിവോഷണൽ തീം പാർക്ക്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഡിവോഷണൽ തീം പാർക്കാണ് കേട്ടോ അത്. അപ്പോൾ അവിടുത്തെയും ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയിലൊരു ഫൗണ്ടെയിനും പിന്നെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടുത്തെ കുറച്ച് അട്രാക്ഷൻസ് എന്ന് വെച്ചാൽ 5D ഷോ, മാജിക് ഷോ, പിന്നെ 10 ടെമ്പിൾസിൻ്റെ റൈഡ്. ഇപ്പം നിങ്ങൾ കാണുന്നത് റൂബിക് ക്യൂബ് കൊണ്ട് ഉണ്ടാക്കിയ സായിബാബയുടെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. കുറേ പിള്ളേരും കൂടിയിട്ട് അങ്ങനെ സായിബാബയുടെ ഫോട്ടോ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഫ്രീ ടാറ്റൂവിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടാറ്റു കയ്യിലുണ്ടാക്കി. ടെമ്പററി ആണ് കേട്ടോ. 15 ഡേയ്സിൻ്റെ ഉള്ളിൽ പോകും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ റേറ്റ് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. കാരണം അവിടുത്തെ അട്രാക്ഷൻസ് വെറും 4 to 5 അട്രാക്ഷൻസേ ഉള്ളൂ. അതേപോലെ അവിടുത്തെ സ്റ്റാഫ്സ് കുറച്ചും കൂടി ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വെക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഇടയിൽ ഞാൻ ബാഗ് എവിടെയോ മറന്നു വെച്ചു. പിന്നെ കുറേ ടെൻഷൻ അടിച്ചു. പക്ഷേ അവസാനം കിട്ടിയിട്ടോ. ഇങ്ങനെ സായി എന്ന് പറഞ്ഞൊരു ടാറ്റു ആണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് അവിടുത്തെ ഒരു അട്രാക്ഷനാണ്. 10 ടെമ്പിൾ റൈഡ്സ് ആണ്. ഇന്ത്യയിലത്തെ 10 ഫേമസ് ടെമ്പിൾസിൻ്റെ ഒരു റൈഡാണ്. ഒരു മിനിയേച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അതിൻ്റെ റൈഡാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വെച്ചിട്ടാണ്. ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മിനിയേച്ചറാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുംബൈയിലത്തെ ഒരു വൺ ഓഫ് ദി ഫേമസ് ടെമ്പിൾ ആണ് സിദ്ധിവിനായക് ഗണപതിയുടെ. അതിൻ്റെ ഒരു മിനിയേച്ചർ ഇനി നമുക്ക് കാണാം. ഇത് വർത്തായിട്ട് തോന്നി കേട്ടോ എനിക്ക്. ഈ ടെമ്പിൾ റൈഡ് നല്ല വർത്തായിട്ട് തോന്നി. ഇതാണ് സിദ്ധിവിനായകിൻ്റെ ഒരു മിനിയേച്ചർ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റേതായ ലൈറ്റിങ്ങും സെയിം ഇതാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ്. ഞാൻ പോയിട്ടുണ്ട് സിദ്ധിവിനായക്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ്വാരകയാണ്. ദ്വാരകയിലത്തെ കൃഷ്ണൻ്റെ അമ്പലമാണ് നെക്സ്റ്റ് അവർ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്. അതേപോലെ അവിടുത്തെ മാർക്കറ്റും ഒക്കെ അവർ റീപ്രസെൻറ്റ് ചെയ്യാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ലോക്കൽ മാർക്കറ്റ്സ്, അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ്സ് ഒക്കെ അതേപോലെ തന്നെ അവർ റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആർക്കിടെക്ചർ അത് നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ. ഇതാണ് ദ്വാരകയിലത്തെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ സൗണ്ട് എഫക്ട്സും നന്നായിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത്, എന്താണ് മിനിയേച്ചർ എന്നുള്ളതൊക്കെ. ഇതാണ് നെക്സ്റ്റ്. ഇത് കേദാർനാഥാണ് കേട്ടോ. കേദാർനാഥിൻ്റെ മിനിയേച്ചറാണ് ഇനി നെക്സ്റ്റ്. കണ്ട അവിടുത്തെ ആൾക്കാരുടെയൊക്കെ വേഷങ്ങളും ഒക്കെ സെയിം ആയിട്ട് അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ ആർക്കിടെക്ചർ. സൈഡിൽ നന്ദിയുണ്ട്. പിന്നെ ഒരു മിനിയേച്ചറുണ്ട്, അമ്പലത്തിൻ്റെ ഒരു മിനിയേച്ചർ. നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ. ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ബദ്രിനാഥാണ്. ബദ്രിനാഥിലത്തെ അമ്പലത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഈ കാണുന്നത് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കേണ്ടത് കണ്ടോ. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. നല്ലൊരു റീപ്രസെൻറ്റേഷനാണ്. പിന്നെ ഈ ആർക്കിടെക്ചർ നോക്കൂ. अगेन जस्ट सुपर. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ബദ്രിനാഥിലത്തെ അമ്പലത്തിൻ്റെ ഒരു മിനിയേച്ചർ. അവിടെ ഒരു പൂജ ചെയ്യുന്ന ഒരാളെ പോലെയുള്ളൊരു സ്റ്റാച്ചുവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ട്. ഇനി നെക്സ്റ്റ് പണ്ഡർപൂറാണ്. പണ്ഡർപൂർ അവിടുത്തെയും കുറേ ആൾക്കാരുടെ ഡ്രസ്സിങ്ങൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് പണ്ഡർപൂരത്തെ ഒരു മിനിയേച്ചർ. അവിടെയും കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ വേറൊരു രൂപമാണ്. ഇതാണ് അവിടുത്തെ മിനിയേച്ചർ.
നെക്സ്റ്റ് അമൃത്സറാണ്. അമൃത്സരത്തെ ഗോൾഡൻ ടെമ്പിൾ, അതാണ് നെക്സ്റ്റ് റീപ്രസെൻറ്റേഷൻ. ഇത് നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ആ ഗോൾഡൻ ടെമ്പിളിനെ റീപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതേപോലെ സെയിം. ഇവിടുത്തെ ആൾക്കാരുടെ വേഷങ്ങളും ഡ്രസ്സിങ്ങും ഒക്കെ നോക്കൂ, അതും വ്യത്യാസപ്പെടുത്തി നല്ല അതേപോലെ അവർ റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിലത്തെ ഒരു മിനിയേച്ചർ. നെക്സ്റ്റ് പുരിയാണ്. പുരിയിലത്തെ ജഗന്നാഥ് ടെമ്പിളാണിത്. അവിടുത്തെ ഒരു സീ വ്യൂവും ഒക്കെ ആയിട്ട് ഇത് കണ്ട് നല്ല രസമുണ്ട്. ഇനി അവിടുത്തെ ഒരു മിനിയേച്ചർ നമുക്ക് കാണാം. ഇതാണ് പുരിയിലത്തെ മിനിയേച്ചർ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അമ്പലത്തിൻ്റെ. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, മീനാക്ഷി. മധുരയാണ് തോന്നുന്നുണ്ട് മീനാക്ഷി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഈ സ്ട്രക്ചർ. ഓ മൈ ഗോഡ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ പോയിട്ടില്ല ശരിക്കുള്ള സ്ഥലത്ത്, പക്ഷെ ഇങ്ങനെ കണ്ടിട്ട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. അവർ ആ ആർക്കിടെക്ചറൊക്കെ റീപ്രസെൻറ്റ് ചെയ്തിരുന്നത് നല്ല ഭംഗിയായിട്ട് റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ അമ്പലത്തിൻ്റെ ദേവിയുടെ ഒരു മൂർത്തിയുടെ മിനിയേച്ചർ. ഇവിടെ അതേപോലെ അവർ പൂജാരീനെയൊക്കെ അങ്ങനെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തിരുപ്പതിയാണ്. തിരുപ്പതി ഞാൻ പോയ സ്ഥലമാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് അവരൊരു തിരുപ്പതി മലയിലാണല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു വൈബിലാണ് ഉണ്ടാക്കുന്നത്, ആനയും ഒക്കെ ആയിട്ട്. ഇതാണ് തിരുപ്പതിയിലത്തെ ഒരു മിനിയേച്ചർ. നല്ല രസമുണ്ട് അല്ലേ. പിന്നെ നെക്സ്റ്റ് ഫൈനൽ ഷിർഡിയാണ്. 10ാമത്തെ റീപ്രസെൻറ്റേഷൻ ഷിർഡിയാണ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം. പിന്നെ ഇവിടെ ലാസ്റ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സായിബാബ അങ്ങനെ സ്ക്രീനിൽ വന്ന് ബ്ലെസ് ചെയ്യണ ഒരു ഇതാണ് ലാസ്റ്റ് അവർ റീപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ റൈഡ് ത്രൂ നമുക്ക് ഇന്ത്യയിലത്തെ 10 ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ തീം പാർക്ക് വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നിയത് ഇതാണ് കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമുക്ക് 5D ഷോസ്, പിന്നെ മാജിക് ഷോസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷിർഡി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു വിത്ത് ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.